ക്യാൻസർ രോഗം ബാധിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന അനുഭവങ്ങൾ കരുത്തു പകർന്ന ഒരു ഡോക്ടറുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കുട്ടികൾക്ക് അർബുദ രോഗ ചികിത്സ നടത്തിയിരുന്ന ഡോക്ടർ കുസുമകുമാരിയുടെ കഥ കേൾക്കുന്നവർ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കും. ക്യാൻസറിനെ തോൽപ്പിച്ച ഡോക്ടറുടെ കഥ ഇന്നും ആവേശത്തോടെ ഓർക്കുന്നവർ നിരവധിയാണ്. കണ്ടു നിമിഷങ്ങൾക്കകം ഒരു കാര്യം പിടികിട്ടി. ഈ ജീവിതത്തിൽ കരുത്തായി തുടരുന്ന മരുന്ന് അത് തുറന്നുള്ള ചിരിയാണെന്ന്. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകളെ ഈ ഡോക്ടർ മറികടന്നത് ചിരിയുടെ ഇമ്മ്യൂണിറ്റി കൊണ്ടാണ്. പൂന്തോട്ടത്തിലെ പൂക്കൾ വാടുന്നത് കണ്ടാൽ സങ്കടപ്പെടുന്ന മനസ്സായിരുന്നു. അർബുദ രോഗവുമായി മുന്നിലേക്കെത്തിയ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴും ഇത് ആവർത്തിച്ചു. RCCയിലെ ജോലി മതിയാക്കാമെന്ന് പോലും തോന്നി. എന്നാൽ ജീവിത പങ്കാളിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് കരുതി മുന്നോട്ട് നടന്നു. പുള്ളി പറഞ്ഞാണ് ജീവിക്കുമെന്ന് ഉറപ്പില്ലായിരിക്കും, പക്ഷെ അവർ ഈ കുഞ്ഞുങ്ങളെ പാരൻസ് എന്ത് ചെയ്യും? പൈസ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അന്നും വെല്ലൂരോ ടാറ്റയോ എന്നൊക്കെ പറഞ്ഞു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കൊണ്ടുപോകും. അതിന് കഴിവില്ലാത്തവരെ എന്ത് ചെയ്യും? അവരുടെ കുട്ടികളെ കൊണ്ട് അവിടെ പോവും. അവരെ നോക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ അത് നിനക്ക് ആയിക്കൂടെ? അങ്ങനെ എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. 1984 തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ പീഡിയാട്രിക് വിഭാഗം തുടങ്ങുന്ന ഘട്ടം മുതൽ കുഞ്ഞുങ്ങൾക്കു കെയറായി, കുഞ്ഞുങ്ങളുടെ കെയർടേക്കറായി 33 വർഷത്തെ ഔദ്യോഗിക ജീവിതം. ൽ അർബുദ രോഗം ഡോക്ടറെയും തേടിയെത്തി. എല്ലാവരും ഒരുപാട് ആശങ്കപ്പെട്ടു. മുന്നോട്ടുള്ള വഴി എന്തെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടു, ഒരാളൊഴികെ. ആളുകളുടെ റിയാക്ഷനുകൾക്ക് കാത്തു നിൽക്കാതെ സ്വയം ആക്ഷനിലേക്ക് കടന്ന് ഡോക്ടർ കുസുമകുമാരി മുന്നോട്ട് നടന്നു. വരുംവരാഴികളെ കുറിച്ചെല്ലാം അറിയാം. സാധാരണഗതിക്ക് ഒരു ഹെൽത്ത് പ്രൊഫഷനിൽ ഇരിക്കുന്നവർ അവരെപ്പോഴും പലപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക. അയ്യോ ആ കോംപ്ലിക്കേഷൻ വന്നാലോ ഇത് വന്നാലോ. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാവർക്കും വരുമ്പോലെ എനിക്കും വന്നു. അതങ്ങോട്ട് നേരുക, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഡോക്ടറില്ല പറഞ്ഞു, അമ്മ ചെയ്യുന്ന സഹായം, കുടുംബത്തിന് അമ്മ ചെയ്യുന്ന സഹായം അമ്മയ്ക്ക് അറിയില്ല. കാരണം അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അച്ഛനും എൻ്റെ ഹസ്ബൻഡ് സമാധാനമായിട്ടിരിക്കുന്നു, എൻ്റെ അങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും സമാധാനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? മനസ്സിൽ ബാധിച്ച ആശങ്കകളെ നുള്ളിയെറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ പലർക്കും മാതൃകയായി. നമ്മൾ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? അസുഖം നമ്മുടെ ശരീരത്തിലാണുള്ളത്. അപ്പം നമുക്ക് ആരോടും ഫൈറ്റ് ചെയ്യാനില്ല. ആ വരുന്നതിന് നമ്മൾ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും, നമ്മളതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ്. യുദ്ധത്തിലൂടെ അല്ല, നമുക്ക് സമാധാനത്തിലൂടെ നമുക്കതെങ്ങനെ നേരിടാൻ പറ്റും. ഏതു പ്രതിസന്ധിക്ക് നടുവിലും സമാധാനത്തോടെ കാത്തിരുന്നാൽ മനോഹരമായ നിറം തെളിയുമെന്ന് തെളിയിച്ച ജീവിതം. പൂന്തോട്ട പരിപാലനവുമായി ഡോക്ടർ ഇന്നും ആ ജീവിതം തുടരുകയാണ്. പണ്ട് കേട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് വേണ്ടത് മാത്രം മനസ്സിലെടുത്ത് വെച്ച് മറ്റൊരു മാതൃകയെന്ന് തന്നെ പറയാം. അത് മുന്നിൽ കാട്ടിത്തരികയാണ്. രോഗം സിമ്പിളായി നമുക്ക് ലളിതമായി മറികടക്കാൻ കഴിയും എന്നതിന് മാതൃകയാണ് ഡോക്ടർ. ശ്യാമിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.